റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. പലിശ നിരക്കിൽ തുടർച്ചയായ രണ്ടാം തവണയും മാറ്റമില്ല. നിലവിൽ 6.5% രാജ്യത്തെ റിപ്പോ നിരക്ക്. ഇത് തുടരും. പണപ്പെരുപ്പം ലോകരാജ്യങ്ങളിൽ പിടിമുറുക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ. തുടർച്ചയായി രണ്ടാം തവണയാണ് നിരക്കുകളിൽ മാറ്റം പ്രഖ്യാപിക്കാതെ മോണിറ്ററി പോളിസി യോഗം അവസാനിച്ചത്. 2023-24 സാമ്പത്തിക വർഷത്തെ യോഗം ജൂൺ 6 മുതൽ 8 വരെയുള്ള തീയതികളിൽ നടന്നിരുന്നു. ഈ യോഗത്തിലെ തീരുമാനമാണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പ്രഖ്യാപിച്ചത്. പണപ്പെരുപ്പം ലോകരാജ്യങ്ങളിൽ പിടിമുറുക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ. 2022-23 വർഷത്തിൽ കോവിഡിനു മുൻപത്തെ നിലയിലേക്ക് രാജ്യത്തെ GDP എത്തി. ഉപഭോക്തൃ പണപ്പെരുപ്പം ഇപ്പോഴും 4% മുകളിലാണ്. 2023-24 വർഷവും ഈ പരിധിയിൽ തുടരുമെന്നാണ് റിസർവ് ബാങ്കിന്റെ കണക്കുകൂട്ടൽ. പണപ്പെരുപ്പം പരിധിയിലാകുന്നതുവരെ മറ്റു നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ലെന്നും ഗവർണർ അറിയിച്ചു. പണപ്പെരുപ്പം കേന്ദ്ര ബാങ്കിന്റെ സഹനപരിധിക്കുള്ളിൽ നിർത്താൻ കഴിഞ്ഞത് സാഹചര്യങ്ങൾ അനുകൂലമാക്കി. ഇന്ന് ആഭ്യന്തര വിപണിയിലും വലിയ ചലനങ്ങൾ ഉണ്ടായിട്ടില്ല. RBI ഗവർണർ ശക്തികാന്ത ദാസിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സമിതിയാണ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. 2022 മെയ് മാസം മുതൽ 250 ബേസിസ് പോയിന്റ് അഥവാ 0.25% വർധനവ് നിരക്കുകളിൽ പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ പണപ്പെരുപ്പം നിയന്ത്രണത്തിലായത് റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. അടുത്ത യോഗം വരെ നിലവിലെ നിരക്ക് തുടരും. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപീകൃതമായതിനു ശേഷമുള്ള 43-ാമത്തെ യോഗമാണ് ഇത്തവണ നടന്നത്. ഏപ്രിലിൽ നടന്ന 42-ാമത്തെ യോഗത്തിലും RBI പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നില്ല. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.